നമസ്കാരം. ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് വായിച്ചതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുവാനുള്ള നിങ്ങളുടെ കഴിവും മെച്ചപ്പെടുത്തുവാൻ സഹായകമായ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ശബ്ദസഹിതം ഒരു കഥ ഞാൻ വിവരിച്ചു പറയുകയാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതേ കഥ ശബ്ദമില്ലാതെ ലേഖനം പോലെ തന്നിരിക്കുകയുമാണ്. ആദ്യ ഭാഗം കേട്ടതിന് ശേഷം രണ്ടാം ഭാഗത്ത് നൽകിയിട്ടുള്ള ലേഖനം നിങ്ങൾ സ്വയം അർത്ഥം നൽകി വായിച്ച് പരിശീലിക്കേണ്ടതാണ്. ഇങ്ങനെ പരിശീലിക്കുന്നത് മൂലം കഴിയും വേഗം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും മറ്റ് ലേഖനങ്ങളും വായിച്ച് ആശയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായന പരിശീലനം. ഇവിടെ ഒരു കഥ തന്നിരിക്കുകയാണ്. ഞാൻ ആ കഥ വായിച്ച് അർത്ഥം വിശദീകരിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ വില്ലേജ് there lived an orphan boy named John. Despite his hardships, he was known for his kindness and willingness to help others. As he grew up, he became a hero in his village, known for his selflessness and kindness. അർത്ഥം നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ, there lived, ജീവിച്ചിരുന്നു, ആൻ ഓർഫൻ ബോയ്, അനാഥനായ ഒരു ആൺകുട്ടി, നെയ്മഡ് ജോൺ, ജോൺ എന്ന് പേരുള്ള. ഡിസ്പൈറ്റ് ഹിസ് ഹാർഡ്ഷിപ്സ്, ഡിസ്പൈറ്റ് ഉണ്ടായിരുന്നിട്ടും, ഹിസ് അവൻ്റെ, ഹാർഡ്ഷിപ്സ് കഷ്ടതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും, ഹി വാസ് നോൺ ഫോർ ഹിസ് കൈൻഡ്നെസ്, ഹി വാസ് നോൺ അവൻ അറിയപ്പെട്ടു, ഫോർ ഹിസ് കൈൻഡ്നെസ് അവൻ്റെ ദയയ്ക്ക്, ആൻഡ് വില്ലിങ്നെസ് സന്നദ്ധതയ്ക്കും, ടു ഹെൽപ്പ് അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുവാൻ. ആസ് ഹി ഗ്രൂ അപ്പ് അവൻ വളർന്നതോടുകൂടി, ഹി ബിക്കയും അവനായിത്തീർന്നു, എ ഹീറോ ഒരു നായകൻ, ഇൻ ഹിസ് വില്ലേജ് അവൻ്റെ ഗ്രാമത്തിൽ. നോൺ അറിയപ്പെട്ടു, ഫോർ ഹിസ് സെൽഫ്ലെസ്നെസ് അവൻ്റെ നിസ്വാർത്ഥതയ്ക്കും, ആൻഡ് കൈൻഡ്നെസ് ദയയ്ക്കും. അർത്ഥം വിശദമായി നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ വില്ലേജ് ഒരു ഗ്രാമത്തിൽ, there lived an orphan boy named John. ജോൺ എന്നു പേരുള്ള അനാഥനായ ഒരു ആൺകുട്ടി ജീവിച്ചിരുന്നു. ഡിസ്പൈറ്റ് ഹിസ് ഹാർഡ്ഷിപ്സ് അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും, ഹി വാസ് നോൺ ഫോർ ഹിസ് കൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ് അവൻ അറിയപ്പെട്ടു അവൻ്റെ ദയയ്ക്കും സന്നദ്ധതയ്ക്കും, ടു ഹെൽപ്പ് അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുവാൻ. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവൻ്റെ വില്ലിങ്നെസ്സിനും കൈൻഡ്നെസ്സിനും, അതായത് സന്നദ്ധതയ്ക്കും ദയയ്ക്കും അവൻ അറിയപ്പെട്ടു. ഡിസ്പൈറ്റ് ഹിസ് ഹാർഡ്ഷിപ്സ് അവൻ്റെ കഷ്ടതകൾ ഉണ്ടായിരുന്നിട്ടും. ആസ് ഹി ഗ്രൂ അപ്പ് അവൻ വളർന്നതോടുകൂടി, ഹി ബിക്കെയിം എ ഹീറോ ഇൻ ഹിസ് വില്ലേജ് അവൻ അവൻ്റെ ഗ്രാമത്തിലെ ഒരു ഹീറോ ആയി മാറി. നോൺ ഫോർ ഹിസ് സെൽഫ്ലെസ്നെസ് ആൻഡ് കൈൻഡ്നെസ് അവൻ അവൻ്റെ ദയയ്ക്കും നിസ്വാർത്ഥതയ്ക്കും അവിടെ അറിയപ്പെട്ടു അല്ലെങ്കിൽ പ്രശസ്തനായി. One day, the daughter of the village ruler Isabella crossed the path with John. She was immediately captivated by his courage and kindness. She liked him very much, but John knew she was the daughter of the village ruler, so he instinctively withdrew himself, hesitant to intrude upon her world, but she was not willing to retreat. അർത്ഥം നോക്കാം. വൺ ഡേ, ഒരു ദിവസം, ദ ഡോട്ടർ ഓഫ് ദി വില്ലേജ് റൂളർ ഗ്രാമത്തിലെ ഭരണാധികാരിയുടെ മകൾ ഇസബെല്ല ക്രോസ്ഡ് പാത്സ് വിത്ത് ജോൺ ജോണിനെ ആകസ്മികമായി കണ്ടുമുട്ടി. ക്രോസ്ഡ് പാത്സ് എന്ന് വെച്ചാൽ ആകസ്മികമായി കണ്ടുമുട്ടുക. ക്രോസ്ഡ് പാത്സ് വിത്ത് ജോൺ ജോണിനെ ആകസ്മികമായി കണ്ടുമുട്ടി. ഷി വാസ് ഇമ്മീഡിയറ്റ്ലി ക്യാപ്റ്റിവേറ്റഡ് അവൾ ഉടനെ തന്നെ, ഇമ്മീഡിയറ്റ്ലി ഉടനെ, ക്യാപ്റ്റിവേറ്റഡ് വശീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടു. ഷീ വാസ് ഇമ്മീഡിയറ്റ്ലി ക്യാപ്റ്റിവേറ്റഡ് അവൾ ഉടനെ തന്നെ ആകർഷിക്കപ്പെട്ടു. ബൈ ഹിസ് കറേജ് ആൻഡ് കൈൻഡ്നെസ് അവൻ്റെ ധീരത കൊണ്ടും ദയ കൊണ്ടും. അവൻ്റെ ധീരതയാലും ദയയാലും അവൾ ഉടനെ തന്നെ വശീകരിക്കപ്പെട്ടു.
ഷീ ലൈക്ക്ഡ് ഹിം വെരി മച്ച്. അവൾ അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ബട്ട് പക്ഷേ ജോൺ ന്യൂ ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ദി വില്ലേജ് റൂളർ. ജോണിന് അറിയാമായിരുന്നു ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ദി വില്ലേജ് റൂളർ, അവൾ ഗ്രാമത്തിലെ ഭരണാധികാരിയുടെ മകളാണ് എന്ന്. സോ അതുകൊണ്ട് ഹീ ഇൻസ്റ്റിൻറ്റിവ്ലി അവൻ സഹജമായി വിഡ്രിയോ പിൻവാങ്ങി ഹിംസെൽഫ് തന്നെത്താൻ. വിഡ്രോ പിൻവാങ്ങുക, അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വിഡ്രിയോ പിൻവാങ്ങി. അവൻ സ്വയം പിൻവാങ്ങി. ഹെസിസ്റ്റൻ്റ് ടു ഇൻട്രിയൂഡ് അപ്പോൺ ഹെർ വേൾഡ്. ഹെസിസ്റ്റൻ്റ് വിസമ്മതിച്ചുകൊണ്ട്, ടു ഇൻട്രിയൂഡ് നുഴഞ്ഞു കയറുവാൻ, അപ്പോൺ ഹെർ വേൾഡ് അവളുടെ ലോകത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ വിസമ്മതിച്ചുകൊണ്ട് അവൻ സഹജമായി സ്വയം പിന്മാറി. ബട്ട് പക്ഷേ ഷീ വാസ് നോട്ട് വില്ലിങ് ടു റിട്രീറ്റ്. അവൾ തയ്യാറായിരുന്നില്ല ടു റിട്രീറ്റ് പിൻവാങ്ങുവാൻ. റിട്രീറ്റ് എന്ന വാക്കിനർത്ഥം പിൻവാങ്ങുക. വിത്ത് എ ഡിറ്റർമൈൻഡ് സ്ട്രൈഡ് ഷീ അപ്രോച്ച്ഡ് ഹിം. Her eyes were blazed with curiosity, and love blossomed between them. However, her father hesitated to accept John as his son-in-law, fearing his humble background. Despite the initial resistance, Isabella's family recognized John's worth, and they eventually agreed to their marriage. അർത്ഥം നോക്കാം. With a determined stride. ഡിറ്റർമൈൻഡ് എന്ന് വെച്ചാൽ തീരുമാനിച്ചു, നിശ്ചയിച്ചു എന്ന അർത്ഥം. സ്ട്രൈഡ് എന്നാൽ ചുവടുവയ്പ്, കാലടി, കാൽ നീട്ടി വലിച്ചുള്ള നടത്തം എന്നൊക്കെയാണ് സ്ട്രൈഡിന് അർത്ഥം. അപ്പോൾ വിത്ത് എ ഡിറ്റർമൈൻഡ് സ്ട്രൈഡ്, ഉറച്ച ഒരു തീരുമാനത്തോടു കൂടിയുള്ള ചുവടുവയ്പ് കൊണ്ട് അല്ലെങ്കിൽ ചുവട് വച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ അർത്ഥമെടുക്കുമ്പോൾ ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി. ഷീ അപ്രോച്ച്ഡ് അവൾ സമീപിച്ചു, ഹിം അവനെ. ഹെർ ഐസ് വെയർ ബ്ലേസ്ഡ് അവളുടെ കണ്ണുകൾ ജ്വലിച്ചു, വിത്ത് ക്യൂരിയോസിറ്റി ജിജ്ഞാസ കൊണ്ട് അല്ലെങ്കിൽ ആകാംക്ഷ കൊണ്ട്. ആൻഡ് എന്നിട്ട് ലവ് ബ്ലോസംഡ് ബിറ്റ്വീൻ ദം. ലവ് സ്നേഹം, ബ്ലോസംഡ് പൂത്തുലഞ്ഞു അല്ലെങ്കിൽ പുഷ്പിച്ചു, ബിറ്റ്വീൻ ദം അവർക്കിടയിൽ. ഹവവർ ഏതായാലും, ഹെർ ഫാദർ ഹെസിറ്റേറ്റഡ് അവളുടെ പിതാവ് ഹെസിറ്റേറ്റഡ് വിസമ്മതിച്ചു, ടു ആക്സെപ്റ്റ് അംഗീകരിക്കുവാൻ, ജോൺ ആസ് ഹിസ് സൺ ഇൻ ലോ ജോണിനെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട്. സൺ ഇൻ ലോ എന്ന് വെച്ചാൽ വിവാഹം മൂലം ആകുന്ന മകനാണ്. ഇവിടുത്തെ സൺ ഇൻ ലോ എന്ന് വെച്ചാൽ മരുമകൻ. ഈ ഇൻ ലോ എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു ബന്ധം സൂചിപ്പിക്കുമ്പോൾ അത് വിവാഹം മൂലം ലഭിക്കുന്ന ബന്ധമാണെന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. ഇവിടെ സൺ ഇൻ ലോ എന്ന് വെച്ചാൽ വിവാഹം മൂലം കിട്ടുന്ന മകൻ, അതായത് മരുമകൻ. ഫിയറിങ് ഹിസ് ഹംബിൾ ബാക്ക്ഗ്രൗണ്ട്. ഫിയറിങ് ഭയന്നുകൊണ്ട്, ഹിസ് അവൻ്റെ, ഹംബിൾ എളിയ, ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം, ജോണിൻ്റെ എളിയ പശ്ചാത്തലം ഭയന്നുകൊണ്ട് അവനെ മരുമകനായി അംഗീകരിക്കുവാൻ ഇസബെല്ലയുടെ പിതാവ് വിസമ്മതിച്ചു. ഡിസ്പൈറ്റ് ദ ഇനിഷ്യൽ റെസിസ്റ്റൻസ്. ഡിസ്പൈറ്റ് ഉണ്ടായിരുന്നിട്ടും, ദ ഇനിഷ്യൽ റെസിസ്റ്റൻസ് തുടക്കത്തിലുള്ള തടസ്സവാദം, പ്രതിരോധം, തുടക്കത്തിലുള്ള തടസ്സം ഉണ്ടായിരുന്നിട്ടും, ഇസബെല്ലാസ് ഫാമിലി റെക്കഗ്നൈസ്ഡ് ജോൺസ് വർത്ത്. ഇസബെല്ലയുടെ കുടുംബം റെക്കഗ്നൈസ്ഡ് അംഗീകരിച്ചു ജോൺസ് വർത്ത്, ജോണിൻ്റെ മൂല്യം അല്ലെങ്കിൽ ജോണിൻ്റെ വില. ആൻഡ് എന്നിട്ട് ദേ ഇവഞ്ച്വലി അവർ ഒടുവിൽ എഗ്രീഡ് സമ്മതിച്ചു, ടു ദെയർ മാരേജ് അവരുടെ വിവാഹത്തിന്. ഓവർ ടൈം ജോൺ പ്രൂവ്ഡ് ഹിംസെൽഫ് നോട്ട് ഓൺലി ആസ് എ ലവിങ് ഹസ്ബൻഡ് ബട്ട് ആൾസോ ആസ് എ ഗുഡ് മാൻ. മീൻവൈൽ ജോൺസ് അങ്കിൾ, the ruler of the village, passed away. With no heir, the villagers turned to John to lead them. Despite his newfound power, John kept the values of kindness and fairness, earning the respect and admiration of all. അർത്ഥം നോക്കാം. ഓവർ ടൈം, കാലക്രമേണ. നമ്മൾ ഓവർ ടൈം വർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലും ഓവർ ടൈം എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഇത് തന്നെയാണ്. അതിന് അധിക സമയം എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ ആ വാക്കിൽ
ഓവർ ടൈം എന്നീ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഒറ്റ വാക്കായി ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ ആയിരിക്കും ഉപയോഗിക്കുക. അതിന് അധിക സമയം എന്നാണ് അർത്ഥം. അതേസമയം ഇടയ്ക്ക് ഓവർ ടൈം എന്നീ വാക്കുകൾക്ക് ഇടയ്ക്ക് സ്പേസ് വന്ന് ഇങ്ങനെ ഉപയോഗിച്ചാൽ അതിന് കാലക്രമേണ എന്നാണ് അർത്ഥം. സംസാര ഭാഷയിൽ ഓവർ ടൈം എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നുപോലെ നമുക്ക് തോന്നുകയും ചെയ്തേക്കാം. ഇവിടെ ഓവർ ടൈം കാലക്രമേണ. ജോൺ പ്രൂവ്ഡ് ഹിംസെൽഫ്, ജോൺ സ്വയം തെളിയിച്ചു. നോട്ട് ഓൺലി ആസ് എ ലവിങ് ഹസ്ബൻഡ്, സ്നേഹമുള്ള ഒരു ഭർത്താവായിട്ട് മാത്രമല്ല, ബട്ട് ആൾസോ ആസ് എ ഗുഡ് മാൻ, നല്ല ഒരു മനുഷ്യനായിട്ട് കൂടി. ഇവിടെ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന ഈ വാക്കുകൾക്ക് അതുമാത്രമല്ല പിന്നെയും എന്നാണ് അർത്ഥം. മീൻവയിൽ അതിനിടയിൽ ജോൺസ് അങ്കിൾ, ജോണിൻ്റെ അമ്മാവൻ, അതായത് ദ റൂളർ ഓഫ് ദി വില്ലേജ്, ആ ഗ്രാമത്തിൻ്റെ ഭരണാധികാരി, പാസ്ഡ് അവേ, മരിച്ചുപോയി. വിത്ത് നോ എയർ, അവകാശി ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ അവകാശി എന്നതിന് തന്നിട്ടുള്ള വാക്ക് HEIR, ഹെയർ എന്ന് വായിക്കാവുന്ന വാക്ക്. പക്ഷേ ഇത് വായിക്കേണ്ട രീതി വെറും ഇയും ആറും ചേർത്താൽ കൂട്ടി വായിച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ രീതിയിലുള്ള ഉച്ചാരണമാണ് അതിന് കൊടുക്കേണ്ടത്. ഇയും ആറും മാത്രം കൂട്ടി വായിച്ചാൽ എയർ എന്ന് കിട്ടും. എയർ, അതാണ് ഇതിൻ്റെ ഉച്ചാരണം. ഇവിടെ എച്ചിന് ഉച്ചാരണം ഇല്ലാതെ സൈലൻ്റാണ്. അപ്പോൾ വിത്ത് നോ എയർ, അവകാശി ഇല്ലാത്തതുകൊണ്ട്, ദ വില്ലേജേഴ്സ്, ഗ്രാമീണർ, ടേൺഡ് ടു ജോൺ, ജോണിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ടു ലീഡ് ദം, അവരെ നയിക്കുവാൻ എന്ന് വെച്ചാൽ അവകാശി ഇല്ലാത്തതുകൊണ്ട് ഗ്രാമീണർ ജോണിനെ സമീപിച്ചു, അവരെ നയിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നർത്ഥം. ഡിസ്പൈറ്റ്, ഉണ്ടായിരുന്നിട്ടും, ഹിസ് ന്യൂ ഫൗണ്ട് പവർ, അവൻ്റെ പുതുതായി കിട്ടിയ അധികാരം, ജോൺ കെപ്റ്റ് ദ വാല്യൂസ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ഫെയർനെസ്. ജോൺ കെപ്റ്റ്, ജോൺ സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മുറുകെ പിടിച്ചു എന്നർത്ഥമെടുക്കാം. ജോൺ മുറുകെ പിടിച്ചു ദ വാല്യൂസ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ഫെയർനെസ്. കൈൻഡ്നെസ് ദയ, ഫെയർനെസ് നീതി അല്ലെങ്കിൽ ന്യായം. വാല്യൂസ് എന്ന് വെച്ചാൽ മൂല്യങ്ങൾ. ദയയുടെയും നീതിയുടെയും മൂല്യങ്ങൾ അവൻ സൂക്ഷിച്ചു അല്ലെങ്കിൽ അവൻ മുറുകെ പിടിച്ചു. ഏണിങ് ദ റെസ്പെക്റ്റ് ആൻഡ് അഡ്മിറേഷൻ ഓഫ് ഓൾ. ഏണിങ് സമ്പാദിച്ചുകൊണ്ട്, ദ റെസ്പെക്റ്റ് ആദരവ്, ആൻഡ് അഡ്മിറേഷൻ പ്രശംസ, ഓഫ് ഓൾ എല്ലാവരുടെയും ആദരവും പ്രശംസയും സമ്പാദിച്ചുകൊണ്ട് അവൻ ദയയുടെയും നീതിയുടെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ചു. And so the orphan boy who once had nothing became the beloved ruler of his village, leaving a legacy of compassion and justice. His kindness and good nature took him to great heights. അർത്ഥം നോക്കാം. ആൻഡ് സോ, അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ, ദ ഓർഫൻ ബോയ്, അനാഥനായ ആ കുട്ടി, ഹൂ വൺസ് ഹാഡ് നത്തിങ്, ആർക്കാണോ ഒരിക്കൽ ഒന്നുമില്ലാതിരുന്നത്, ബിക്കെയും ആയിത്തീർന്നു, ദ ബിലൗഡ് റൂളർ ഓഫ് ഹിസ് വില്ലേജ്, അവൻ്റെ ഗ്രാമത്തിൻ്റെ ബിലൗഡ് റൂളർ, പ്രിയപ്പെട്ട ഭരണാധികാരി. ലീവിങ് എ ലെഗസി ഓഫ് കമ്പാഷൻ ആൻഡ് ജസ്റ്റിസ്. ലെഗസി എന്നാൽ പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം, കമ്പാഷൻ അനുകമ്പ, ജസ്റ്റിസ് നീതി. അപ്പോൾ എ ലെഗസി ഓഫ് കമ്പാഷൻ ആൻഡ് ജസ്റ്റിസ്, അനുകമ്പയുടെയും നീതിയുടെയും ഒരു പൈതൃകം, ലീവിങ് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അർത്ഥമെടുത്താൽ അനുകമ്പയുടെയും നീതിയുടെയും ഒരു പൈതൃകം അവശേഷിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഗ്രാമത്തിലെ പ്രിയപ്പെട്ട ഭരണാധികാരിയായി തീർന്നു. ഹിസ് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് നേച്ചർ. ഹിസ് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് നേച്ചർ, അവൻ്റെ ദയയും, ഗുഡ് നേച്ചർ നല്ല പ്രകൃതം അല്ലെങ്കിൽ സൽ സ്വഭാവം എന്ന അർത്ഥം അവിടെ കൊടുക്കാം. ഹിസ് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് നേച്ചർ, അവൻ്റെ ദയയും സൽ സ്വഭാവവും ടുക്ക് ഹിം ടു ഗ്രേറ്റ് ഹൈറ്റ്സ്, അവനെ ഉന്നതങ്ങളിൽ എത്തിച്ചു. നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ടെസ്റ്റ് യുവർ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ റീഡിങ്. ടെസ്റ്റ് എന്ന് വെച്ചാൽ പരിശോധിക്കുക, യുവർ നോളജ് നിങ്ങളുടെ അറിവ്,
ആൻഡ് എന്നിട്ട് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവ്. കോംപ്രഹെൻഷൻ എന്ന് വെച്ചാൽ ധാരണ എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുവാനുള്ള കഴിവ്, അതാണ് കോംപ്രഹെൻഷൻ. അപ്പോൾ കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള നിങ്ങളുടെ കഴിവും, അതുകൂടാതെ നോളജും എന്ന് വെച്ചാൽ ഇംഗ്ലീഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും ത്രൂ റീഡിങ്, വായനയിലൂടെ ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും ഇംഗ്ലീഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അറിവും ഇവിടെ പരിശോധിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞു. ഇനി ആ കഥ ശബ്ദമില്ലാതെ ഇതിന് ശേഷം തന്നിരിക്കുകയാണ്. നിങ്ങൾ ആ കഥ വീണ്ടും വായിക്കണം. വായിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അത് വായിച്ച് ഓരോ സെൻറ്റൻസിൻ്റെയും ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കണം. എവിടെയെങ്കിലും അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ കണ്ട് വീണ്ടും അർത്ഥം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഭാവിയിൽ എല്ലാത്തരം ഇംഗ്ലീഷ് ലേഖനങ്ങളും ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളും വളരെ എളുപ്പം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കും.